ദൈവമുണ്ടോ എന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരുവിന്റെ മറുപടി ഇതായിരുന്നു: നിന്നിൽ ദൈവമുണ്ട് എന്ന് പറയേണ്ടത് മറ്റുള്ളവരാണ്. കാരണം നിന്റെ വാക്കുകളിൽ ദൈവമുണ്ട് എന്ന് അറിയുന്നത് അവർക്കാണ്. നിന്റെ പ്രവർത്തനങ്ങളിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരാണ്. നിന്റെ ദൈവികമായ ചൈതന്യം പ്രസരിക്കുന്നത് നിന്റെ വാക്കുകളിലൂടെയും നിന്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ നിന്നിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിന്റെ ചുറ്റിനുമുള്ളവരാണ്, നീ ആയിരിക്കുന്ന ഇടത്തിലുള്ളവരാണ്. ദൈവം ഉള്ളിലുണ്ടെങ്കിൽ ആ ദൈവാംശത്തെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മിലുള്ള ദൈവാംശത്തെ അതിന്റെ പൂർണ്ണതയിൽ ജ്വലിപ്പിക്കുവാൻ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നാം ഒരുക്കുന്ന അനുഭവങ്ങളിലൂടെയും പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവനിൽ അവളിൽ ദൈവമുണ്ട്, ദൈവികമായ ചൈതന്യമുണ്ട് എന്ന് മറ്റുള്ളവർ പറയട്ടെ. അങ്ങനെ ആ ഒരു ദൈവാംശത്തെ പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ഒരു ദിനമാണ് കാത്തിരിക്കുന്നത്. ദൈവികമായ ഇടപെടലുകളാൽ സമ്പന്നമാകട്ടെ ഈ ദിനം. നേരുന്നു ശുഭദിനം.